ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ വേക്കൻസിയാണ്. ഞാൻ ഇതിനു മുന്നേയും വേക്കൻസി ഇട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല. ഇതിന്റെ ഒരു സമ്മറി ഞാൻ കാണിക്കുന്നില്ല. ഡയറക്റ്റ് ഞാൻ അതിന്റെ അപ്ലൈ ലിങ്കിൽ ചെന്നിട്ട് ആ ഒരു വെബ്സൈറ്റ് കാണിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ്. അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഏതെല്ലാം ലൊക്കേഷനിൽ, നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരു 10-15 ലൊക്കേഷനിൽ കൊച്ചിയിൽ തന്നെ നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട്. ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. കേരളത്തിൽ ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഏജ് എന്തായിരിക്കണം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, പോസ്റ്റ് വൈസ് ആണ്. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാനത് സെപ്പറേറ്റ് നിങ്ങളെ കാണിക്കുന്നില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു ലൊക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ലൊക്കേഷൻ ഏതാ, നിങ്ങളുടെ വീട് ഏതാ, ആ ലൊക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത ലൊക്കേഷനിൽ ചെന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ, നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന ജോബ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട്, അതായത് സെപ്പറേറ്റ് നിങ്ങൾ ആലപ്പുഴക്കാരനാണ്, ഞാൻ ആലപ്പുഴക്കാരനാണ്, നിങ്ങൾ ആലപ്പുഴക്കാരനാണെങ്കിൽ നിങ്ങൾ ആലപ്പുഴ ലൊക്കേഷൻ എടുക്കുക. ആലപ്പുഴ ലൊക്കേഷൻ എടുക്കുമ്പോൾ ആലപ്പുഴ ലൊക്കേഷനിലുള്ള ആ മൊത്തം അവിടെ വന്നിരിക്കുക. അതായത് എത്ര വേക്കൻസി ഉണ്ട്, ഏതെല്ലാം രീതിയിലുള്ള വേക്കൻസി ഉണ്ട്, വെറൈറ്റി ഓഫ് വേക്കൻസി അവിടെ വരും. അപ്പൊ ആ വേക്കൻസി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്ത് അറിയാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്തായിരിക്കണം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, ഏജ് എന്തായിരിക്കണം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും, എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. വളരെ നല്ലൊരു ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്കാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ നിങ്ങൾ പറയും ഞാൻ അപ്ലൈ ചെയ്ത് കിട്ടുന്നില്ലെന്ന്. നിങ്ങൾ പലയിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ നമുക്കൊരു സമയമുണ്ട്. ഇന്ന് ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അതാണ് മെയിൻ കാര്യം. നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ അതായത് നമ്മൾക്ക് കിട്ടുകയില്ലാത്ത ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അത് നമ്മൾ പൈസയുടെ കൊടുക്കുന്നത്. ചില ജോലികൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എക്സാമും ഇല്ല. അങ്ങനെ ആപ്ലിക്കേഷൻ ഫീസും കൊടുക്കേണ്ട, എക്സാമും ഇല്ലാത്ത ജോലി നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. പലയിടത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഇത് ദീർഘിപ്പിച്ച് പറയുന്നത്, പലയിടത്ത് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറായി, നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാധ്യതയുണ്ട്. നമുക്ക് ആ ജോലി ഇഷ്ടമില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ അത് വർക്ക് ചെയ്യുവാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടായിരിക്കണം. കാര്യം കുറച്ച് നാളത്തേക്ക് നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ വീഡിയോ ഇടുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും, അല്ലെങ്കിൽ പാസ്സായിട്ട് ഗ്രാജുവേറ്റ് പാസ്സായി അങ്ങനെയുള്ള കാര്യങ്ങൾ പാസ്സായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാതെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് 5-10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു 4-5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഏതിനൊക്കെ വേണ്ടിയിട്ട് എന്തെല്ലാം സമയം നിങ്ങൾ വെറുതെ കളയുന്നത്. അപ്പൊ ഇതൊരു അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 4-5 മിനിറ്റ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യം. അത് നിങ്ങളുടെ മൊബൈലിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈലിൽ കൂടെ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ടാബോ ഏതൊക്കെ ഉണ്ടെങ്കിലും അതിലേക്കൊക്കെ ഈസി ആയിട്ട് ഈ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന നിങ്ങൾ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വിട്ടുകളയല്ലേ. ഇതിനകത്ത് പ്രഷറിനും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനകത്ത് സെർച്ച് ചെയ്തപ്പോൾ 12ാം ക്ലാസ്സുകാരുടെയും ഗ്രാജുവേറ്റിന്റെയും കണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റിന്റെയും കണ്ട്. ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്. ഞാൻ ആദ്യമേ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഫീസ് ഇല്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയില്ല. പരീക്ഷയും ഫീസും ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ആ വേക്കൻസിയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അത് അവരുടെ ആ ഒരു വേക്കൻസിയുടെ പ്രൊഫൈൽ എന്താണെന്ന്. ആ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് അവരുടെ ബാങ്കിന്റെ വെബ്സൈറ്റിലേക്ക് പോകാം, ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം. അവിടെ ഏതൊക്കെ വേക്കൻസി ആണെന്ന് നോക്കാം. ആ വേക്കൻസികൾക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, ഏജ് എന്താണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പ് വരിക, നിങ്ങൾക്കൊരു ഓപ്ഷൻ ഹൈപ്പ് കിട്ടുകയാണെങ്കിൽ ഹൈപ്പും ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ആ ബാങ്കിന്റെ ആ പൊസിഷനിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ എന്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്, ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസി ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. റീജിയണൽ ഹെഡ് ബ്രാഞ്ച് ബാങ്കിങ് ഇത് മുംബൈയിലാണ് കാണിക്കുന്നത്, ഇത് ന്യൂഡൽഹിയിലെ കാണിക്കുന്നുണ്ട്. ഇവിടെ എക്സ്പീരിയൻസ് പറയുന്നത് 0. ഇതിനെല്ലാം 0 ചോദിക്കുന്നത്. ഓക്കെ, എക്സ്പീരിയൻസ് 0 ചോദിക്കുന്നത്. 0 ഇയേഴ്സ്
പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നമ്മൾ ഇവിടെ പോയി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ലൊക്കേഷൻ ചോദിക്കുക. ഇപ്പൊ എനിക്ക് ആലപ്പുഴ നോക്കണം, ഞാൻ ആലപ്പുഴക്കാരനാണ്, ഞാൻ ആലപ്പുഴ നോക്കുക. ALAPPUZH ആലപ്പുഴ എഴുതി എൻ്റർ ചെയ്യണം. ഇപ്പൊ ആലപ്പുഴ വന്നിട്ടുണ്ട്. ആലപ്പുഴ തന്നെ ആലപ്പുഴ ബ്രാഞ്ചിൽ തന്നെ ആലപ്പുഴയിലുള്ള ബ്രാഞ്ചിൽ 5 എണ്ണം വന്നിട്ടുണ്ട്. ചെങ്ങന്നൂർ ആലപ്പുഴ, അതും ആലപ്പുഴയിലാണ് ഇവർ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ലൊക്കേഷൻ നോക്കാം. നിങ്ങൾ സപ്പോസ് കൊച്ചി നോക്കണം, ഞാൻ കൊച്ചിയിൽ ഒരുപാട് വേക്കൻസി കണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കൊച്ചിയിൽ പോകണം, ആലപ്പുഴ പോട്ടെ, നിങ്ങൾ കൊച്ചി, നിങ്ങൾ എവിടാ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ ജോലി കിട്ടും. നിങ്ങൾ എവിടാ താമസിക്കുന്നത് ആ ഒരു ലൊക്കേഷൻ വെച്ച് നിങ്ങൾ സെർച്ച് ചെയ്യണം. ഒരുപക്ഷെ ഡിസ്ട്രിക്ട് തലത്തിൽ അല്ലെങ്കിൽ ആ ഒരു മെയിൻ ലൊക്കേഷൻ ഒഴിച്ചുള്ള ഗ്രാമങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കിട്ടിയെന്നിരിക്കത്തില്ല, ഇതിന്റെ ലൊക്കേഷൻ കണ്ടില്ലെന്നിരിക്കത്തില്ല. എങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്യും. അപ്പൊ ആദ്യം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. ഞാനിപ്പോ കൊച്ചി നോക്കുകയാണ്, കൊച്ചി KOCHI കൊച്ചി എന്ന് ഞാൻ എൻ്റർ ചെയ്ത് ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ നോക്കിക്കേ, ഗിരിനഗറിലുണ്ട്, ഗിരിനഗർ ബ്രാഞ്ച് കൊച്ചിയുണ്ട്, ജസ്റ്റ് ജംഗ്ഷനിലുണ്ട്, പള്ളിമുക്ക് കൊച്ചിയിലുണ്ട്, കടവന്തറ ജവഹർ നഗർ കൊച്ചിയിലുണ്ട്. ഇതൊക്കെ കൊച്ചി വരുന്ന കല്ലൂർ റോഡ് കൊച്ചിയിലുണ്ട്. കൊച്ചി ബ്രാഞ്ചിൽ തന്നെ 21 വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഇവിടൊക്കെ കാണാം. ഇപ്പം ഈ ഗിരിനഗർ കൊച്ചിയിൽ വരുന്നത് 3 വേക്കൻസിയാ. ഓരോ ബ്രാഞ്ചിലെ അവർ സെപ്പറേറ്റ് എടുത്ത് പറയുന്നുണ്ട്. കടവന്ത്രയിൽ 2 വേക്കൻസി ഉണ്ട്, കല്ലൂർ റോഡ് കൊച്ചിയിലുണ്ട് 5 വേക്കൻസി, കൊച്ചി ബ്രാഞ്ചിൽ 21 വേക്കൻസി ഉണ്ട് കൊച്ചി ബ്രാഞ്ചിൽ. ഇനി മംഗളം കൊച്ചിയിലുണ്ട് ഓഫീസ് 6 എണ്ണം ഉണ്ട്, മറൈൻ ഡ്രൈവ് കൊച്ചിയിലുണ്ട് 2 എണ്ണം ഉണ്ട്, പനമ്പള്ളിയിലുണ്ട് 5 എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് ഇത് കൊച്ചിയിൽ തന്നെ എന്തുമാത്രം വേക്കൻസി വരുന്നത് എനിക്കറിയത്തില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്? ഇനി നമുക്ക് മെയിൻ നമ്മുടെ ഒരു ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നോക്കാം. ട്രിവാൻഡ്രം എടുക്കാം, TRIVANDRUM ട്രിവാൻഡ്രം. ഞാൻ ട്രിവാൻഡ്രം കൊടുത്ത് ഇവിടെ ട്രിവാൻഡ്രത്തും വരുന്നുണ്ട്. എത്ര വേക്കൻസി ഉണ്ട്? ആറ്റിങ്ങലുണ്ട്, MG റോഡ് ട്രിവാൻഡ്രം ഉണ്ട്, പട്ടം ട്രിവാൻഡ്രം ഉണ്ട്, സാത്തമംഗലം ട്രിവാൻഡ്രം ഉണ്ട്, തിരുവനന്തപുരം ബ്രാഞ്ചിൽ 5 വേക്കൻസി ഉണ്ട്. 1, 2 എത്ര വേക്കൻസിയാ വരുന്നത്? അത് കണക്ക് തന്നെ ഞാൻ കോട്ടയം നോക്കട്ടെ. നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്, നിങ്ങൾ വിചാരിക്കല്ലേ നമ്മൾ നോക്കുന്നത് മാത്രമേ ഉള്ളത്. നിങ്ങൾ കോട്ടയം നോക്കണം, KOTTAYAM കോട്ടയം. നിങ്ങൾ കോട്ടയം എടുത്ത് എൻട്രി ചെയ്യണം. കോട്ടയത്ത് ഉണ്ട് നോക്ക്, കോട്ടയം ബ്രാഞ്ചിൽ തന്നെ 7 വേക്കൻസി ഉണ്ട്. പുതുപ്പള്ളി കോട്ടയം ബ്രാഞ്ചിൽ 2 വേക്കൻസി ഉണ്ട്. തിരുനക്കര കോട്ടയത്തിലുണ്ട് 1 എണ്ണം ഉണ്ട്. അപ്പൊ ഇത് കണക്ക് നിങ്ങളുടെ വീട് എവിടെ ആ ഒരു ലൊക്കേഷൻ വെച്ച് നിങ്ങൾ സെർച്ച് ചെയ്യണം. ഇനിയിപ്പോ നമുക്ക് അപ്ലൈ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം, അല്ലെങ്കിൽ അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. ഇപ്പൊ കോട്ടയത്തിന്റെ ഞാൻ സെലക്ട് ചെയ്തു, കോട്ടയത്തിന്റെ ഇപ്പൊ കോട്ടയം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ കോട്ടയത്തിന്റെ വേക്കൻസി എല്ലാം ഇവിടെ വരും. നിങ്ങൾ നോക്കണം, ഇതെല്ലാം പറയുന്ന കോട്ടയമാണ്. കോട്ടയം, ഈ കൺസ്യൂമർ കോട്ടയം, ഇതെല്ലാം 0. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, 0 എക്സ്പീരിയൻസ് ആണ്. നോക്കിയാൽ ഇവിടെ 0 ഇയേഴ്സ് ആ കൂടുതൽ 99% ഇതിനകത്തെ വേക്കൻസികൾ നിങ്ങൾക്ക് 0 എക്സ്പീരിയൻസിലാണ് വരുന്നത്. അത് മാക്സിമം വരുന്നത് 0 to 1 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ചിലയിടത്തൊക്കെ 5 വർഷത്തെ 2 വർഷത്തെ ചോദിക്കുന്നുണ്ട്. എങ്കിലും 99% നിങ്ങൾക്ക് 0 എക്സ്പീരിയൻസ് ആണ്. ഇപ്പം അസോസിയേറ്റ് സർവീസ് ഡെലിവറി മാനേജറുടെയാണ് ആദ്യം തന്നെ കോട്ടയത്ത് വരുന്നത്. ഇത് കോട്ടയം എന്ന് ഇവിടെ പറയുന്നുണ്ട്, CV ലൈബിലിറ്റീസ് കോട്ടയം. നമുക്കിവിടെ അപ്ലൈ നൗ എന്ന് ഇവിടെ നിങ്ങളുടെ നേരെ തന്നെ ആ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജൂനിയർ മാനേജ്മെന്റ് ആണ് ഇത്, കൺസ്യൂമർ ബാങ്കിങ് ആണ്, DVM. ഇത് റോൾ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. ഓവറോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ പറയുന്നുണ്ട്. എസെൻഷ്യൽ റിക്വയർഡ്
എസെൻഷ്യൽ റിക്വയർമെന്റ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം, അത് പറയുന്നുണ്ട്. ഫെഫേഡ് പോസ്റ്റ് ഗ്രാജുവേറ്റിനും ഇതിനകത്ത് അഫേഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്, നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അവർ കൂടുതൽ ഫെഫർ ചെയ്യും. 0 ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവർ ഇവിടെ ഇങ്ങനെ പറയുന്നത് ബാങ്കിലോ അല്ലെങ്കിൽ അത് കണക്കുള്ള ഏതെങ്കിലും നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് അതുപോലെയുള്ള ഈ സർവീസ് കസ്റ്റമറെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അവരുമായിട്ട് എങ്ങനെ ഇടപഴകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ തന്നെ നിങ്ങളെ എവിടെ ചെന്നാലും ചോദിക്കുന്നത്. ഇവിടെ എഡ്യൂക്കേഷന്റെ ഇവർ പറഞ്ഞ്, ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് പറഞ്ഞ്, ഇവിടെ വീണ്ടും ഇവര് അപ്ലൈ ഫോർ ദിസ് ജോബ് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ഫോർ ദിസ് ജോബ്. ഇവിടെ നിങ്ങൾ നേരത്തെ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ സൈൻ ചെയ്യണം. യൂസർ നെയിം മറന്നുപോയെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റും, റിട്രീവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് അക്കൗണ്ട് നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല, അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സൈൻ അപ്പ് ക്ലിക്ക് ചെയ്താൽ മതി. സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണം, പാസ്വേഡ് കൊടുക്കണം, കൺഫേം പാസ്വേഡ് കൊടുക്കണം. ഇവിടെ ഇത് പേഴ്സണൽ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണം, മിഡിൽ നെയിം കൊടുക്കണം, നിങ്ങളുടെ പേഴ്സണൽ ഫസ്റ്റ് നെയിം കൊടുക്കണം, മിഡിൽ നെയിം കൊടുക്കണം. ബാക്കി ഇവിടെ ആപ്ലിക്കേഷൻ പേയ്മെന്റ്സ് ഒക്കെ പറഞ്ഞ് എഗ്രി ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഞാൻ 5 മിനിറ്റ് പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം വളരെ നല്ല വേക്കൻസിയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.